അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ നേരത്ത് അല്ലാഹു മലായികത്തുകളെ വിളിക്കുകയാ. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇന്നി ജാഇലുനു ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ അയക്കാൻ തീരുമാനിക്കുകയാണ്, നിയോഗിക്കാൻ തീരുമാനിക്കുകയാ. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ മദീനയുടെ മണത്തരികളെ കോർമയിൽ കൊള്ളിച്ചുകൊണ്ട് ലോകത്തിന്റെ ജേതാവ്, മദീനയുടെ നേതാവ്, ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുട, ലോകത്തിന്റെ ജേതാവേ, കൽബിന്റെ രാജാവേ, നമ്മുടെ രോമാഞ്ചമേ, വികാരമേ, മുഖ്ബിറേ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഖാക്കളോട്, സരീരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹു ചോദിച്ചു അത്രേ, ഞാനൊരു മനുഷ്യനെ പടയ്ക്കാൻ പോവുകയാണ്, നിങ്ങളെ തീരുമാനം എന്താ? അവരുടെ മറുപടി എന്തെന്നറിയോ? 2022 കലാപങ്ങളെടുത്ത് പരിശോധിച്ചാൽ, 2022 കൊലപാതകങ്ങളെടുത്ത് പരിശോധിച്ചാൽ, എന്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് മലായികത്തുകൾ മനുഷ്യോൽപത്തിയുടെ സമയത്ത് അള്ളാഹുവിനോട് അഭിപ്രായം പറഞ്ഞത് എന്ന് നമുക്ക് ബോധ്യമാകുന്നതാ. ഇന്ന് കൊലയും കൊള്ളയുമല്ലേ? ഇന്ന് കൊല വിളിക്കുകയല്ലേ? ഇന്ന് കൊല്ലുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ സഹോദര? വാഹനം ഓടിച്ചു പോകുമ്പോൾ അവന് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിറക്കിയിട്ട് അവന്റെ അടിവയറ്റിൽ കത്തികുത്തി കയറ്റുകയാ. ഹോൺ അധികമായി മുഴക്കിയെന്ന് പറഞ്ഞുകൊണ്ട് റോഡിന്റെ മധ്യഭാഗത്ത് വണ്ടി ബ്രേക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് പിന്നാലെ വരുന്ന വാഹനത്തിൽ നിന്ന് ഡ്രൈവറെ പിടിച്ചിട്ട് അവന്റെ കഴുത്ത് മുറിച്ചു കൊല്ലുകയാ. ഒരു കാരണവുമില്ലല്ലോ. ഇത് അല്ലാഹുവിന്റെ മലായികത്തുകളെ പടച്ചവനോട് പറഞ്ഞതാ. അല്ലാഹുവേ, നീ എന്തിനാണ് ഇവറ്റകളെ പടയ്ക്കുന്നത്? ഇവറ്റകളെ എന്തിനാണ് നീ സൃഷ്ടിക്കുന്നത്? അല്ലാഹുവേ, അവരെ ആരെന്നറിയോ? അല്ലാഹുവിനോട് മലക്കുകൾ പറയുകയാണ്, അതജഅലു ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹുവേ, മനുഷ്യന്മാരെ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നവരാ, അവര് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാ. അവരെ എന്തിനാണ് നീ പടയ്ക്കുന്നതല്ലാ? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. പടച്ചവനെ, നിനക്ക് തസ്ബീഹ് ചൊല്ലാൻ, നിന്നെ പ്രകീർത്തിക്കാൻ, നിന്നെ വാഴ്ത്താൻ, നിന്നെ പുകഴ്ത്താൻ, നിന്നെ മദ്ഹ് പറയാൻ ഞങ്ങളുണ്ടല്ലോ റബ്ബേ, ഞങ്ങളുണ്ടല്ലോ റബ്ബേ. നിന്നെ എല്ലാ നിലയിലും തസ്ബീഹിലായി, തഖ്ദീസിലായി ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ എന്തിനാണ് ഒരു പുതിയ പടപ്പിനെ നീ പടയ്ക്കുന്നത്? ഞങ്ങൾ തസ്ബീഹ് ചെല്ലുമ്പോ മനുഷ്യനവിടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കുകയാ. ഞങ്ങൾ തഖ്ദീസിലാകുമ്പോ ഈ മനുഷ്യൻ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയാണ് റബ്ബേ. അതുകൊണ്ട് എന്തിനാണ്? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ തമ്പുരാനെ എന്ന് അള്ളാന്റെ മലായികത്തുകൾ അള്ളാഹുവിനോട് അഭിപ്രായം പറയുമ്പോ, ഖാലിഖായ അല്ലാ, ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാ, സംരക്ഷകനായ അല്ലാ, സംഹാരകനായ അല്ലാ, അല്ലാഹു പറയുകയാണ്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂ. ഓ മലായികത്തുകളെ, നിങ്ങൾക്കറിയാത്ത ചിലത് എനിക്കറിയാം. നിങ്ങൾ മലായികത്തുകളെ മനുഷ്യനെ കാണുന്നത് രക്തച്ചൊരിച്ചിലിന്റെ പേരിലാ. നിങ്ങൾ കാണുന്നത് നാട്ടിൽ ഫിത്ന ഫസാദ് ഉണ്ടാക്കുന്നവരായിട്ടാ. നിങ്ങൾ പറയുന്നു നിങ്ങൾ തസ്ബീഹിലും തഖ്ദീസിലുമാണ് എന്ന്. പക്ഷെ നിങ്ങൾ അറിയാത്ത പലതും ഞാൻ കാണുന്നുണ്ട് മലായികത്തുകളെ. ഏത് അല്ലാഹുവാണ് കാണുന്നെന്ന് പറഞ്ഞത്? യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. ഒളിക്കണ്ണുകൊണ്ടുള്ള നോട്ടമറിയുന്ന അല്ലാഹ്, വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ എന്റെ നിങ്ങളുടെ ഗതിവിഗതികളെ, ചലന നിശ്ചലനങ്ങളെ അറിയുന്ന അല്ലാഹ്, ആ പടച്ച തമ്പുരാന് മലായികത്തുകളോട് പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ തീരുമാനം അങ്ങനെ തന്നെ നടക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധയോടെ കേൾക്ക്. 2 മണിക്കൂറിനപ്പുറം കൊണ്ടുപോകൂല. എന്നെ ന്യൂ ഇയർ പ്രഭാഷണം എന്ന് പറഞ്ഞവർ വിളിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ കൊടുക്കുകയുമില്ല. കാരണം എന്റെ കണ്ണിൽ ഇതൊരു ന്യൂ ഇയർ ആണെന്ന് തോന്നുന്നില്ല, അത്ര തന്നെ. ഇന്ന് പലരും വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ ഒരു എല്ലാ ന്യൂ ഇയർ എന്നും പറഞ്ഞ് കൊടുക്കട്ടെ. ഞാൻ മറ്റു ഉസ്താദുമാരെ ആക്ഷേപിക്കുന്നതല്ല, അവര് ചെയ്യുന്ന വലിയ ത്യാഗമാണ്. അൽഹംദുലില്ലാ, ഇന്ന് കേരളത്തിന്റെ വിവിധ വേദികളിൽ 12 മണി കഴിഞ്ഞ് 12:01
ഒന്നെത്തുമ്പോൾ 2021 ജാനുവരി മാസത്തിന്റെ ഉദയം, അതല്ലെങ്കിൽ ആ ഒരു സമയത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ തസ്ബീഹിലും ദിക്റിലും ഇസ്തിഗ്ഫാറിലുമായി വിവിധ സ്ഥലങ്ങളിൽ വിശ്വാസികൾ തടിച്ചുകൂടുന്നു. അത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സുഹൃതം തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ ഒരു വാഴ തന്നെയാണ്. കാരണം എല്ലാ ദിവസവും നമുക്ക് എന്താ ന്യൂ ഇയർ ആണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്നേ വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓരോ ദിവസവും നമ്മളോട് വന്നിട്ട് പ്രഭാതത്തിൽ പറയും, ഇന്നി യൗമുൻ ജദീദ്, ഞാനൊരു ന്യൂ ഇയർ ആണ്, ഞാനൊരു ന്യൂ ഡേ ആണ്, ഞാനൊരു പുതിയ ദിവസമാണ്. അള്ളാന്റെ ഹബീബ് പറയുന്നതിനപ്പുറത്ത് നമുക്ക് എന്ത് പുതുവത്സരം. ഇനി അങ്ങനെ നിർബന്ധമാണെങ്കിൽ എന്റെ പുതുവത്സരം മുഹറം 1 കാരണം ചാന്ദ്രിക മാസമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരം അല്ലെങ്കിൽ പുതുവർഷം എന്ന് പറയുന്നത്. ഇത് ഡിസംബർ 31. ഇതിൽ തന്നെയാണ് ഏപ്രിൽ ഫൂൾ എന്ന് പറയാൻ കാരണവും ഇതുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. ഏപ്രിൽ ഫൂളില്ലേ, അത് ഇതുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അതിനെപ്പറ്റി പറയാൻ നമുക്ക് ഇപ്പൊ സമയമില്ല. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനെ അള്ളാഹു തആല പടയ്ക്കാൻ വേണ്ടിയിട്ട് മുശാവറ നടത്തി. വേറെ ഏതെങ്കിലും ഒരു പടപ്പിനെ അള്ളാഹു തആല പടയ്ക്കാൻ മുശാവറ നടത്തിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് പഠന വിധേയമാക്ക്. വേറെ ഒരു മഖ്ലൂക്കിനെയും, അർശാകട്ടെ, കുർസാകട്ടെ, ലൗഹാകട്ടെ, കലമാകട്ടെ, ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ലൗഹ എന്ന് പറയുന്ന സൃഷ്ടിയിൽ കലം എന്ന് പറയുന്ന സൃഷ്ടി അവന്റെ കലാം രേഖപ്പെടുത്തുമ്പോൾ അത് ജിബ്രീൽ മനസ്സിലാക്കിയിട്ട് പ്രവാചകന്മാർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ലൗഹ. സ്ലേറ്റ് എന്ന് നമ്മൾ പറയും, മദ്രസയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ലൗഹ എന്ന് പറയുമ്പോൾ അല്ലേ, സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എഴുതാൻ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതാണ് ലൗഹ. അള്ളാഹുവിൻ്റെത് നമ്മളെ കടയിൽ നിന്ന് വാങ്ങണ 33 രൂപ 55 പൈസയുടെ സ്ലേറ്റ് അല്ല. അവൻ ലൗഹം എന്ന് പറയുന്ന സൃഷ്ടി വിശാലമാണ്. ആ ലൗഹിൽ കലം എന്ന് പറയുന്ന കലം എന്ന് പറഞ്ഞാൽ പിന്നെ ആ പേന, അള്ളാഹുവിന്റെ കലം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വില കൂടിയ പേനയല്ല. അള്ളാഹുവിന്റെ കലം എന്ന് പറയുന്ന സൃഷ്ടിയും പ്രവിശാലമാ. ആ കലം എന്ന് പറയുന്ന സൃഷ്ടി, കലാം എന്ന് പറയുന്ന പടച്ചതമ്പുരാന് പറയാനുള്ളത് ലൗഹിൽ ഇങ്ങനെ എഴുതുമ്പോൾ അത് ജിബ്രീൽ കണ്ട് മനസ്സിലാക്കുന്നു. അത് എന്നിട്ട് പ്രവാചകന്മാർക്ക് വഹിയായി എത്തിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ കലമിനെ പടയ്ക്കാൻ, ലൗഹിനെ പടയ്ക്കാൻ, അർശിനെ പടയ്ക്കാൻ, കുർസിനെ പടയ്ക്കാൻ അല്ലാഹു ഒരു മുഖറബീങ്ങളായ അംലാക്കുകളോടും മുശാവറ നടത്തിയിട്ടില്ല. ജിന്നുകളെ പടയ്ക്കാൻ നേരത്തും അല്ലാഹു ചോദിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ചോദിച്ചത് ഒരേ ഒരു പടപ്പിനെ പടയ്ക്കാൻ മാത്രമാണ്. അത് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കാൻ നേരത്ത് ചോദിച്ചു. അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. അത്ര അപ്പുറത്തെ വീട്ടില് ഒരു എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഭാര്യയ്ക്ക് പോകണം, ഗൾഫിക്കുന്ന ഭർത്താവിനെ വിളിച്ചിട്ട് എനിക്ക് അപ്പുറത്ത് ഒരൊന്ന് പോണമെന്ന് പറയോ? ഇല്ല. അവള് പോകും, അവളുടെ കാര്യം കഴിഞ്ഞ് തിരിച്ചു വരും. അതേസമയം എത്രയെങ്കിലും ഏതെങ്കിലും ഒരു വലിയ യാത്ര പോകുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചോണെങ്കിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രമേ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും മുശാവറ നടത്താറുള്ളൂ. പള്ളിയിലൊരു ലൈറ്റ് പിന്നെ പോയി, അല്ലെങ്കിൽ ഹൗലിൽ ഒരു കപ്പില്ലാതെ വന്നു, പ്രസിഡന്റ് ഉടനെ കമ്മിറ്റി വിളിക്കോ? അടുത്ത 10-ാം തീയതി കമ്മിറ്റി ഉണ്ട്, കാരണം ഹൗലിൽ ഒരു കപ്പില്ലാതായി പോയെന്ന് പറഞ്ഞ് കമ്മിറ്റി വിളിക്കോ? വിളിക്കില്ല. അതിന്റെ ആവശ്യമില്ല. അയാൾ ഒന്നേ കാശെടുത്തൊരെണ്ണം വാങ്ങിയിടും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എടുത്തുണ്ട് അവിടെ ഇടും. ഇതൊക്കെയാ സംഭവിക്കുക. എന്നാൽ പള്ളിയിലെ നിലവിലെ ഇമാമിനെ ഒന്ന് പിരിച്ചുവിടണം, അല്ലെങ്കിൽ പുതിയ ഒരു മുഅദ്ദിനെ തിരിച്ചെടുക്കണം. ഈ ഒരു കാര്യം ഒരിക്കലും ഒരു പ്രസിഡന്റ് സ്വന്തമായ തീരുമാനമെടുക്കൂല. അയാൾ കൃത്യമായി കമ്മിറ്റി വിളിക്കും. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അത് ചർച്ചയ്ക്ക് വെച്ച് ആ ചർച്ചയിൽ പാസ്സാക്കി എടുത്തിട്ടല്ലേ ആ കാര്യം ചെയ്യുക. പ്രാധാന്യമുള്ള വിഷയങ്ങൾ മാത്രമേ അങ്ങനെ സർവ്വസാധാരണയായി നടക്കാറുള്ളൂ. അതുപോലെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രമാണ് മുശാവറ നടത്തിയത്. ഇതിൽ നിന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയം എന്താണെന്നറിയോ? ഈ ഡിസംബർ 31 നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ഇതിന് പകരം അള്ളാഹുവിന് എന്ത് കൊടുക്കാം? ചിന്തിച്ചു നോക്ക്. ഈ ആയത്തൊന്ന് പഠിക്കും, ഖുർആൻ പഠിക്കണേ. ചില ആളുകൾ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി, ഞാനത് പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളെ വേറെ കൊണ്ടിരുത്തിയിട്ട് അവരെ ഇങ്ങനെ മദ്ഹ് പറഞ്ഞ്, എന്നാൽ ഈ പറയപ്പെടുന്ന ആളുകളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ
ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്ന, പാവപ്പെട്ടവന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന, പാവപ്പെട്ട ഭ്രൂണങ്ങളെ കത്തിക്കരിച്ചു കളയുന്ന നാമധാരികളാകുന്ന നരഭോജികളെ വേദിയിലിട്ട് മദ്ഹ് പറയിപ്പിക്കുന്നതിന് ഒരു നാണക്കേടുമില്ല. അഷ്റഫുൽ ഖൽഖിന്റെ മദ്ഹ് പറഞ്ഞാൽ അവർക്ക് ഹാലളകുകയാ. അഷ്റഫുൽ ഖൽഖിന്റെ മദ്ഹ് പറയാൻ അവർക്ക് വല്ലാത്ത സങ്കടമാണ്. അത് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ അവർക്ക് വേണ്ടത് അതാണ്. അള്ളാന്റെ റസൂലിനെ പറ്റി മദ്ഹ് പറയാൻ പാടില്ല. ശ്രീധരൻ പിള്ളയെ പറ്റി മദ്ഹ് പറയുന്നതിന് ഒരു പ്രയാസവുമില്ല. അത് എത്ര വേണോ മൗലിദും മാലയും മദ്ഹും ഒക്കെ ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കും, അതൊന്നും പ്രശ്നമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കുക. ഖുർആൻ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ക്ലാസ് വെക്കലല്ല. ഖുർആനിന്റെ ഓരോ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് ഖുർആനിൽ എന്താ അല്ലാഹ് പറഞ്ഞതെന്ന് നോക്കണം. ഈ ആയത്തിൽ എന്താ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ഈ ആയത്തിൽ നമ്മൾ കൃത്യമായി പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു തആല പലരോടും മലായികത്തിനോടൊക്കെ എങ്ങനെ അഭിപ്രായം ചോദിച്ചെന്നൊക്കെ നമ്മൾ പറയും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ഇതിന് നന്ദിയായിട്ട് അല്ലാഹുവിനെ നമ്മൾ എന്ത് ചെയ്യണം? പറ. ഈ ആയത്തിൽ നിന്ന് പഠിക്ക്. എത്ര വ്യക്തമായി നമുക്ക് മനസ്സിലാകും. അള്ളാഹു നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം മുഷാവറ നടത്തി, വേറെ ഒരു പടപ്പിനെയും സൃഷ്ടിക്കാൻ മുഷാവറ നടത്തിയില്ല. അപ്പൊ നമ്മൾ എന്താണ് അതിന് നന്ദിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? മലായിക്കത്തുകളെ നമ്മളെ പറ്റി പറഞ്ഞ എന്താ? ഒന്ന് ഇസ്ഫാക്ക്, രണ്ട് ഇഫ്സാദ്. ഇത് രണ്ടും അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ്, നമ്മൾ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നവരാണ്. ഇത് നമ്മൾ ചെയ്യാതിരിക്കുക. എന്നിട്ട് അവർ സ്വയം പറഞ്ഞ എന്താ? അല്ലാഹുവേ, ഞങ്ങൾ ആരെന്നറിയോ? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു, നിന്നെ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. അത് നമ്മൾ അങ്ങ് ഏറ്റെടുക്കുക. എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, അകാരണമായി ഒരു പാവപ്പെട്ടവന്റെ രക്തം നമ്മൾ ചിന്താൻ പാടില്ല. അത് ആരായാലും ശരി, ഏത് പാർട്ടിക്കാരനായാലും ശരി, ഏത് സംഘടനക്കാരനായാലും ശരി, ഏത് കുടുംബക്കാരനായാലും ശരി, ഏത് നാട്ടുകാരനായാലും ശരി, അവന് വേദനിക്കുമ്പോൾ, അവന് സങ്കടം വരുമ്പോൾ, അത് എന്നെ പോലെ ശരീരമുള്ളവനാണ്, എന്നെ പോലെ ചോരയുള്ളവനാണ്, എന്നെ പോലെ ആത്മാഭിമാനം ാണ്, എന്നെ പോലെ വിഷമവും സങ്കടവും സന്തോഷവും വരുന്നവനാണ്, എന്നെ പോലെ ചുടുനിണം സിരകളിലൂടെ ഒഴുകുന്നവനാണ്, എന്നെ പോലെ കുടുംബമുള്ളവനാണ്, എന്നെ പോലെ അഭിമാനവും മക്കളുമുള്ളവനാണ്, എന്നെ പോലെ ദാഹവും വിശപ്പുമുള്ളവനാണ്. ഈ ഒരു ബോധത്തോടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റാരെയും നമ്മൾ ആക്രമിക്കാൻ പാടില്ല. അവന്റെ അഭിമാനത്തെ പിച്ച് ചീന്താൻ പാടില്ല. അവന് ഒരു സങ്കടവും വരുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അവനെ വേദനിപ്പിക്കാൻ പാടില്ല. അവനെ സങ്കടപ്പെടുത്താൻ പാടില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പോരാളിയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ചാ? ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സമ്മേളനം നടന്നത് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനമല്ല. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സമ്മേളനം നടന്നത് പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇൽ അറഫയുടെ മൈതാനിയിൽ വെച്ച, അവിടെ വെച്ച് നയപ്രഖ്യാപന പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്നറിയോ? ഇന്നത്തെ ഈ ദിവസത്തിന്റെ മഹത്വം പോലെ, ഈ നാടിന്റെ മഹത്വം പോലെ, ഈ മാസത്തിന്റെ മഹത്വം പോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ശരീരവും അവരുടെ രക്തവും അവരുടെ അഭിമാനവും അവരുടെ സമ്പത്തും നിങ്ങൾക്ക് നിഷിദ്ധമാ. അത് പവിത്രമാണ്. ഒരിക്കലും നിങ്ങൾ ആരെയും സമ്പത്ത് പിടിച്ചെടുക്കാൻ പാടില്ല. ചതിയിലൂടെ, വഞ്ചനയിലൂടെ ഒരാളുടെ സമ്പത്ത് നിങ്ങൾ പിടിച്ചെടുക്കല്ലേ. ആരെയും നിങ്ങൾ ഉപദ്രവിക്കല്ലേ. ആരുടെ ശരീരത്തിന്റെ രോമങ്ങൾക്ക് പോലും ഒരു കേടുപാടുകൾ സംഭവിക്കല്ലേ. ആരുടെയും അഭിമാനത്തെ നിങ്ങൾ ക്ഷതം വരുത്തരുത്. ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പോരാളി ആരാ? ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് മലായിക്കത്തുകൾ നമ്മളെ പറ്റി പറഞ്ഞതെന്താ? അല്ലാഹുവേ, ഒരു ഭൂമിയിൽ പ്രശ്നക്കാരാണ് പടച്ചവനെ, അവര് ഫസാദ് ഉണ്ടാക്കുന്നവരാണ് റബ്ബേ, അവര് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നവരാണ് റഹ്മാനെ.
അതുകൊണ്ട് നീ അവരെ പടയ്ക്കരുതേ എന്ന് മലായികത്തുകൾ പറയുമ്പോൾ അവര് ഏറ്റെടുത്തത് റബ്ബേ ഞങ്ങൾ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നല്ലോ, ഞങ്ങൾ നിനക്ക് തഖ്ദീസിലാണല്ലോ, ഞങ്ങൾ ഏത് സമയത്തും നിന്നെ ഓർക്കുന്നല്ലോ, സ്മരിക്കുന്നല്ലോ, പറയുന്നല്ലോ, പാടുന്നല്ലോ. അത് നമുക്കൊന്ന് ഏറ്റെടുത്തൂടെ? ഏത് സമയത്തും നമ്മുടെ മനസ്സിലേക്ക് അല്ലാഹനെ കൊണ്ടുവന്നൂടെ? ആര് നമ്മളെ കൈയൊടിഞ്ഞാൽ, ആര് നമ്മളെ തള്ളി പറഞ്ഞാൽ, ആരൊക്കെ എവിടെ നിന്നാട്ടി ഇറക്കിയാൽ, ഒരു തള്ളക്കോഴി തന്റെ കുഞ്ഞുകോഴിയെ ചിറകിനടിയിൽ ഒളിപ്പിക്കുമ്പോൾ അല്ലാഹു ശത്രുക്കൾക്ക് കഴുകന്മാർക്ക് എറിഞ്ഞു കൊടുക്കാതെ ഇന്ന് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ കരുതുന്നത് എന്താ? അല്ലാഹുവിന് നമ്മളോട് സ്നേഹമില്ലെന്നാണോ? അല്ലാഹുവിന് നമ്മളോട് താല്പര്യമില്ലെന്നാണോ? സഹോദരങ്ങളെ, ഒരു മാതാവിന് തന്റെ പൊന്നുമോനോട് പൊന്നുമോളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടിയാ യജമാനനായ അല്ലാഹ്, സർവാധിനാഥനായ അല്ലാഹ്, സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ സർവാധിനാഥനായ സർവേശ്വരനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹുവിന് നമ്മളോടുള്ള സ്നേഹമെന്ന് നമ്മൾ തിരിച്ചറിയണേ. ഒരിക്കലും നമ്മളെ അല്ലാഹു തളർത്തൂല, ഒരു സ്ഥലത്തും നമ്മളെ അല്ലാഹു പരാജയപ്പെടുത്തൂല. അതുകൊണ്ട് ഏത് സമയത്തും നമ്മുടെ സ്മരണ റബ്ബായിരിക്കണം, ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ അല്ലാഹുവായിരിക്കണം. മദ്യത്തോട് വിട പറയൂ സഹോദരങ്ങളെ. ഏതെങ്കിലും ഏവനെങ്കിലും എവിടെ നിന്ന് മദ്യപിക്കുന്നു എന്ന് നോക്കണ്ട. വേഷങ്ങളെ, ദുഷ്ടലാക്കോടെ വേഷങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഏതെങ്കിലും വൃത്തികെട്ട നപുംസകങ്ങൾ കള്ളുകുടിച്ചെന്ന് കാണുമ്പോ അത് ഹലാലാണെന്ന് ചിന്തിച്ചു പോകല്ല, അത് നിഷിദ്ധം തന്നെ. അല്ലാഹു നമുക്ക് ബോധ്യപ്പെടാൻ, അല്ലാഹു നമുക്ക് മനസ്സിലാകാൻ നല്ല ബുദ്ധിയും വിവേകവും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പടച്ചവന്റെ സ്മരണയിൽ നിന്ന്, തസ്ബീഹിൽ നിന്ന്, തഖ്ദീസിൽ നിന്ന് ഒരു നിമിഷം പോലും നമ്മൾ മാറാൻ പാടില്ല. സങ്കടങ്ങൾ ഏതുണ്ടെങ്കിലും പടച്ചവന്റെ മുമ്പിൽ തസ്ബീഹ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാം, ആ പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ ഉദരത്തിനകത്തേക്ക് അല്ലാഹു വലിച്ചെറിയുമ്പോൾ കടലിൽ നടുക്ക്, കടലിന്റെ മധ്യഭാഗത്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് അകപ്പെട്ടു പോയ യൂനുസ് നബി അലൈഹിസ്സലാം ചിന്തിച്ചു നോക്ക് മുട്ടക്കാവുകാരാ, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മുട്ടക്കാവല്ലേ. ആലിമീങ്ങളെ അല്ലാഹു നൽകിയ, ആലിമീങ്ങളിലൂടെ പടച്ചതമ്പുരാൻ ഇസ്സത്ത് നൽകിയ ഈ മുട്ടക്കാവിന്റെ കണ്ണനല്ലൂരിന്റെ വെളിച്ചിക്കാലയുടെ ഈ പ്രാന്തപ്രദേശത്ത് അല്ലാഹു അനുഗ്രഹിച്ച മണ്ണാ, മതബോധമുള്ള മണ്ണാ, ദീനീ ചൈതന്യമുള്ള മണ്ണാ, മഹത്തുക്കൾക്ക് ജന്മം കൊടുത്ത മണ്ണാ, മഹത്തുക്കൾ വന്ന് കാലുകുത്തിയ മണ്ണാ, ഇന്നും മഹാന്മാര് ജീവിച്ചിരിക്കുന്ന മണ്ണാ. സഹോദരങ്ങളെ, ഈ മണ്ണിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ നമുക്ക് പറയാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ, ആ പടച്ച തമ്പുരാൻ നമുക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രയാസങ്ങൾ എന്ത് വന്നാലും, പ്രതിസന്ധികൾ എന്ത് വന്നാലും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മത്സ്യം വിഴുങ്ങുകയാ. ആ മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് കിടന്ന് യൂനുസ് നബി വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? വനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആരാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു യൂനുസ് നബി എന്ന്. വനാദാ ഫിൽ ളുലുമാത്, ഇരുളിന്റെ ഉള്ളറകളിൽ കിടന്ന് യൂനുസ് നബി വിളിച്ചുവത്രേ. ഏതാണ് ളുലുമാത്ത് എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്, ജംആണ്. എന്തേ, എവിടെയാണ് ളുലുമാത്ത് ഉള്ളത്? ഒന്ന് നിശയുടെ നിശബ്ദതയാണ്, മറ്റൊന്ന് കടലിന്റെ അടിത്തട്ടാണ്, മൂന്നാമത്തേത് മത്സ്യത്തിന്റെ ഉദരമാണ്. അങ്ങനത്തെ 3 ഇരുളിന്റെ ചുരുളിൽ കിടന്നുകൊണ്ട്, ഉള്ളറകളിൽ കിടന്നുകൊണ്ട് യൂനുസ് ബിൻ മത്താ അലൈഹിസ്സലാം വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ, നീയല്ലാതെ ആരും ആരാധ്യനായില്ല, നീ പരിശുദ്ധനാണ് റബ്ബേ, ഞാനിതാ അക്രമിയായിരിക്കുന്നു തമ്പുരാനെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ കഥ നിങ്ങൾക്കറിയോ? സഹോദരങ്ങളെ, യൂനുസ് നബി ചൊല്ലാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ മുട്ടക്കാവിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങൾ എന്റെ ഈ സംസാരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ
ശ്രദ്ധ തിരിക്കുവോ മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് അകപ്പെട്ട് രാത്രിയുടെ നിശബ്ദതയിൽ കടലിന്റെ അടിത്തട്ടിൽ ചെന്നാപതിച്ചു പോയ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അടിത്തട്ടിലെത്തുമ്പോൾ അവിടെ എന്തോ ഒരു മർമ്മര ശബ്ദം കേൾക്കുകയാ. എന്തോ ഒരു മർമ്മര ശബ്ദം കേൾക്കുകയാണ്. ഇതെന്താണ് ശബ്ദമെന്നറിയാൻ കാത് കൂർപ്പിക്കുമ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാമിന് മനസ്സിലാകുന്നില്ല. ചോദിച്ചു, റബ്ബേ, ഞാൻ എന്താ ഒരു ചെറിയ ഞരക്കം കേൾക്കുന്നത്, ഒരു ചെറിയ ശബ്ദം ഞാൻ കേൾക്കുന്നല്ലോ, എന്താണ് തമ്പുരാനെ? ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി വരികയാ, യൂനുസ് നബിയെ, എന്താ കേട്ടതെന്നറിയോ? ആ കടലിന്റെ അടിത്തട്ടിൽ എന്റെ പരൽ മത്സ്യങ്ങൾ എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാ. മത്സ്യങ്ങളെ തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദമാണ് അങ്ങ് കേൾക്കുന്നത്. സഹോദരാ, എങ്ങനെയാണ് നമുക്ക് റബ്ബിനെ വണങ്ങാതിരിക്കാൻ കഴിയുക? ഇന്ന് നാസ്തികവാദത്തിന്റെ രഥത്തിലേറിയിട്ട് ജബ്ബാർ മാഷ് സഞ്ചരിക്കുമ്പോ, ജാമിദ ടീച്ചർ സഞ്ചരിക്കുമ്പോ, ഇസ്ലാം മാടശ്ശേരി സഞ്ചരിക്കുമ്പോ, അസ്ഗർ എന്ന് പറയുന്നവനെ സഞ്ചരിക്കുമ്പോ, മതം വേണ്ട എന്ന് സ്കൂളുകളിൽ കടന്നു വന്ന് പറയുമ്പോ, പോരടാ, ഞങ്ങൾക്ക് മതം വേണം, ഞങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട്, ഞങ്ങൾക്കൊരു സംരക്ഷകനുണ്ട്, ഞങ്ങൾക്കൊരു സംവിധായകനുണ്ട്, ഞങ്ങൾക്കൊരു നേതാവുണ്ട്, ഞങ്ങൾക്കൊരു പരിപാലകനുണ്ടെന്ന് ദണ്ഡേടത്തോടെ പറയാൻ വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ തൗഹീദിനെ രൂഢമൂലമാക്കാൻ ചെറുപ്പക്കാരാ, നമ്മളെ വിപ്ലവകരമായ മുന്നേറ്റത്തിലൂടെ കഴിയേണ്ടതുണ്ട്. എന്റെ ഹൃദയത്തിൽ എന്റെ റബ്ബാണ്, എന്റെ മനസ്സിൽ എന്റെ റബ്ബാണ്, എനിക്ക് റബ്ബ് കഴിഞ്ഞേ എന്റെ ജീവൻ പോലും ഉള്ളൂ എന്ന് ചിന്തിക്കാൻ എന്റെ ചെറുപ്പക്കാരാ കഴിയേണ്ടതുണ്ട്. ഇന്ന് ചെറുപ്പക്കാര് മുഴുവനും നാസ്തികവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ, നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ എങ്ങോട്ട് പോയാലും, എവിടെ സഞ്ചരിച്ചാലും, ഏതെല്ലാ സുഖങ്ങൾ തേടിയിട്ട്, മേച്ചിപ്പുറം തേടിയിട്ട് നിങ്ങൾ പോയാൽ അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലാൻ ആരുണ്ടെന്നറിയോ? അലറി വിളിക്കുന്ന തിരമാലകളുടെ അടിത്തട്ടിൽ ഊളിയിട്ട് നീങ്ങുന്ന പരൽ മത്സ്യങ്ങൾ എന്റെ റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാ. യൂനുസ് നബി ചോദിച്ചു, റബ്ബേ, ഞാൻ എന്താ ഒരു ചെറിയ മർമ്മര ശബ്ദം കേൾക്കുന്നത്? അല്ലാഹ് പറഞ്ഞു, ഹാദാ തസ്ബീഹു ദവാബിൽ മാ, മത്സ്യത്തിലെ കടലിലെ മത്സ്യങ്ങൾ എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നതാ. ആ തസ്ബീഹ് കേട്ടുകൊണ്ട് യൂനുസ് നബി ഉറക്കെ പറഞ്ഞതാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരു പ്രവാചകനെ തസ്ബീഹ് ചൊല്ലാൻ അല്ലാഹു അവിടെ കൊണ്ടുകൊടുത്തത് ആരെ മാതൃകയാക്കാനാ? എന്റെ സഹോദരങ്ങളെ, കളകളാരവം മുടക്കി ഒഴുകുന്ന കൊച്ചരുവികളുടെ അടിത്തട്ടിലൂടെ ഊളിയിട്ട് നീങ്ങുന്ന പരൽ മത്സ്യങ്ങളെ കണ്ടിട്ടില്ലേ? നീലത്തിമിംഗലം പോലുള്ള വലിയ വലിയ മത്സ്യങ്ങളും കടലിലുണ്ട്. ഈ പറയപ്പെട്ട ചെറിയ ചെറിയ പരൽ മത്സ്യങ്ങളും കടലിലുണ്ട്. ആ മത്സ്യങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങളാ. ആ മരൽ മത്സ്യം മുഴുവനും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നവരാ, അവനെ തസ്ബീഹ് ചെയ്യുന്നവരാ. അതുകൊണ്ട് തന്നെ അവരുടെ തസ്ബീഹ് കേട്ടുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം തസ്ബീഹ് ചൊല്ലി. ഈ തസ്ബീഹ് ആര് കേട്ടെന്നറിയോ? വാനലോകത്തുള്ള മാലാഖമാര് കേൾക്കുകയാണ്. അവര് ചോദിച്ചു, റബ്ബേ, എന്താ ഒരു ശബ്ദം ഞങ്ങൾ കേൾക്കുന്നല്ലോ? ഇന്നാ നസ്മഉ സൗതൻ ഗരീബാ, ഇന്നാ നസ്മഉ സൗതൻ ലഈഫാ ബിഅർളിൻ ഗരീബാ. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ബലഹീനമായ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നല്ലോ വിദൂരത്ത് സ്ഥലത്ത് നിന്ന്. ആ സമയത്ത് അല്ലാഹ് മലായിക്കത്തിനോട് പറഞ്ഞു, മലായിക്കത്തുകളെ, ഇത് വേറെ ആരുമല്ല, എന്റെ യൂനുസ് കടലിന്റെ അടിയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ചെല്ലുന്ന തസ്ബീഹ. അല്ലാഹുവേ, ഏത് യൂനുസ്? ഞങ്ങളുടെ അമലുകൾ നിന്റെ അടുക്കലേക്ക് കൊണ്ടുതരുന്ന യൂനുസാണോ? അതെ, അല്ലാഹ് പറയുന്നു, അതെ, യൂനുസ് ബിനു മത്താ തന്നെ. ആ മലായിക്കത്തുകൾ പറയുന്നു, രക്ഷപ്പെടുത്തുവോ റബ്ബേ, പാവ യൂനുസാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഏത് മലക്കുകളാ പറഞ്ഞത്? ഇവരെ സൃഷ്ടിക്കരുത്, ഇവരെ പടയ്ക്കരുത്, ഇവര് കുഴപ്പക്കാരാണ്, പ്രശ്നക്കാരാണ്, രക്തച്ചൊരിച്ചിലുകാരാണ്, ഫസാദ് ഉണ്ടാക്കുന്നവരാണെന്ന് ആണയിട്ട് റബ്ബിനോട് പറഞ്ഞ അതേ മലക്കുകൾ തിരുത്തി പറയുന്നു, പടച്ച റബ്ബേ, ആ യൂനുസ് തസ്ബീഹ് ചൊല്ലുന്ന ആളല്ലേ, അതുകൊണ്ട് രക്ഷപ്പെടുത്തുവോ? അല്ലാഹു മലായിക്കത്തിന്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അവരും സപ്പോർട്ട് ചെയ്ത് പടച്ച തമ്പുരാനെ പറഞ്ഞതെന്തെന്നറിയോ? ഫസ്തജബ്നാ ലഹു വനജൈനാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ.
അല്ലാഹു ഉത്തരം കൊടുത്തുകൊണ്ട് യൂനുസ് നബിയെ രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല വകദാലിക നുൻജിൽ മുഅ്മിനീൻ ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലെ കൊല്ലം ജില്ലയിലെ കണ്ണലല്ലൂരിനടുത്തുള്ള മുട്ടക്കാവിലെ പാകിസ്ഥാൻ മുക്കിലെ ഏതോ ഒരു വീട്ടിലിരുന്നൊരു സഹോദരി തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ഏറെ തസ്ബീഹ് മലായിക്കത്തുകളെന്ന് മനുഷ്യനെ പടയ്ക്കാൻ നേരത്തെ ഏറ്റെടുത്ത തസ്ബീഹ് ഏറെ തസ്ബീഹ് അല്ലാഹുവേ ഞങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്വയം മലായിക്കത്തുകളെ ഏറ്റെടുത്ത തസ്ബീഹ് നമ്മൾ ചൊല്ലിയാൽ അല്ലാഹ് പറയുന്നു വകദാലിക നുൻജിൽ മുഅ്മിനീൻ ഒരു വിപത്തുമില്ലാതെ പോറലേൽക്കാതെ നിങ്ങളെ ഞാനും രക്ഷപ്പെടുത്താ. സഹോദരങ്ങളെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. യൂനുസ് നബി എങ്ങാനും തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് എവിടെയാണ് യൂനുസ് നബിയുടെ ഖബർ നമുക്കറിയുമല്ലോ. ഓരോ പ്രവാചകന്മാരുടെ ഖബർ സന്ദർശിക്കുന്നവരല്ലേ നമ്മൾ. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ നമ്മൾ സന്ദർശിക്കുമല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് യൂനുസ് നബിയെ ഖബറിലടക്കാൻ പറ്റിയതെന്നറിയോ? യൂനുസ് നബിയെ മണ്ണ് മാന്തി കിട്ടതിനകത്ത് അടക്കാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ എന്തെന്നറിയോ? അത് തസ്ബീഹാ. ഇതെന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്കാ. ഏത് ആയത്താണ്? അല്ലാഹ് തന്നെ പറഞ്ഞു ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. യൂനുസ് നബി തസ്ബീഹ് ചൊല്ലുന്ന ആളല്ലായിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ ഇസ്രാഫീൽ എന്ന മാലാഖ നശീകരണായുധം ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുകയല്ലേ. അതിൽ മഹാനായ ഇസ്രാഫീൽ മലക്ക് ഊതുന്നത് വരെ ഈ ലോകം നശിച്ച് ആ നശിച്ച ലോകം വീണ്ടും പുനരുദ്ധാരണ ദിവസത്തില് ഇതെല്ലാം സടകുടഞ്ഞ് എഴുന്നേക്കുന്നത് വരെ യൂനുസിന്റെ ഖബർ ഏതാകുമായിരുന്നു? അന്ന് കടലിൽ വെച്ച് വിഴുങ്ങിയ മത്സ്യത്തിന്റെ ഉദരമാകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. പഠിക്ക് സഹോദരങ്ങളെ, ഞങ്ങളുണ്ട് നിനക്ക് തസ്ബീഹ് ചെല്ലാൻ. എന്തിന് നീ അവരെ സൃഷ്ടിക്കുന്നു? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ സ്വയം ഏറ്റെടുത്ത തസ്ബീഹിനെ യൂനുസ് നബി ഏറ്റെടുത്തപ്പോൾ അതേ മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല തിരുത്തി പറയിപ്പിച്ചു. രക്ഷപ്പെടുത്തു തമ്പുരാനെ, അദ്ദേഹം തസ്ബീഹിൽ നിന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹു പറഞ്ഞ വാക്കെന്താ? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലായികത്തുകളെ, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. അന്ന് അല്ലാഹു പറഞ്ഞ വാക്കാണ്. അല്ലാഹ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു, തെളിയിച്ചു കൊടുത്തു, തെളിയിച്ചു കൊണ്ടേയിരിക്കും, തെളിയിക്കും ഇലാ യൗമിൽ ഖിയാമ. ഓരോ റമളാനിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രകടമാകുമ്പോൾ എന്തിനാണ് അല്ലാഹുവിന്റെ മലായികത്തുകളെ കെട്ടി താഴോട്ട് ഇറക്കുന്നത്? തനസ്സലുൽ മലായികത്തു. മുഴുവൻ മലായികത്തുകളും ഇറങ്ങി വരും. ചില മലക്കുകളാണോ? എല്ലാ മലക്കുകളും താഴേക്ക് ഇറങ്ങി വരും. നുസൂൽ ഇറക്കമാണ്, അല്ലാതെ കേറിപ്പോക്കല്ല. അപ്പൊ തനസ്സലു എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരും. എല്ലാ മലായികത്തുകളും ഇല്ല, അവർക്കൊരു ലീഡർ ഉണ്ട്. അതാണ് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങി വരും. തനസ്സലുൽ മലായികത്തു വറൂഹ്. എന്നിട്ടെന്താ? തനസ്സലുൽ മലായികത്തു. പിന്നെന്താ? ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം താഴേക്ക് ഇറങ്ങി വരും. റൂഹുൽ അമീൻ മലക്ക് ജിബ്രീലിന്റെ മുമ്പിൽ നിർത്തിയിട്ട് മുഴുവൻ മലായികത്തുകളും പിന്നിൽ നിരന്നുകൊണ്ട് ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന, അത് 27 രാവിലല്ല, അതന്ന് ബിരിയാണി അധികം വെക്കണ ദിവസമാണ്. 21 23 25 27 29 അവസാനത്തെ റമളാനിലാണെന്ന അഭിപ്രായമുണ്ട്. അതും റമളാനിന്റെ അവസാനത്തെ 10-ലാണെന്ന അഭിപ്രായം. അതും ഒറ്റയായ രാവിലാണെന്ന അഭിപ്രായമുണ്ട്. അതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പല രാവുകളെയും എണ്ണി പറഞ്ഞതിൽ ഒരഭിപ്രായം മാത്രമാണ് 27-ാം രാവ്. അത് എന്തുകൊണ്ട് നമ്മൾ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ 27-ന് നിൽക്കുന്ന ഹാഫിദിനെ കൈമടക്കം കൊടുത്തു പറഞ്ഞു വിടണം. 27-ാം രാവിന്റെ നിലക്കാൻ കൂടെ വെച്ച് കെട്ടി ഖത്മ ചെയ്താലേ 28-ഉം 29-ഉം ഡ്രസ് എടുക്കാൻ വേണ്ടി പോകാൻ പറ്റുള്ളൂ. അപ്പോഴേ 30-ന് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുള്ളൂ. ഇതാര് വെച്ചു? നമ്മൾ വെച്ചു. ഇത് നമ്മൾ വെച്ചു. ചിലപ്പോ 29 രാവിനായിരിക്കും. അപ്പോഴും നമ്മൾ നിൽക്കുന്നത് ലുലു മാളിലായിരിക്കും, ഇല്ലെങ്കിൽ കൊട്ടിയ സിംലയിലായിരിക്കും, ഇല്ലെങ്കിൽ കൊല്ലത്തെ ഏതെങ്കിലും ഹോൾസെയിൽ കടയിലായിരിക്കും. മലക്ക് വന്നിട്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് അങ്ങ് പോകും. എപ്പോഴാ?
മലായിക്കത്തുകൾ വന്നിട്ട് ഒരിക്കലും വന്നിട്ട് ഉടനെ ഒരൊറ്റ പോക്ക് പോകൂല. പിന്നെയോ സുബ്ഹാനല്ലാഹ്, സുബ്ഹിക്ക് മുഅദ്ദിൻ സാഹിബ് ബാങ്ക് വിളിക്കുന്നവരെ മലായിക്കത്തുകൾ ഭൂമിയിൽ ഉണ്ടാവും. അന്ന് ഒരു മലക്കും ആകാശത്തുണ്ടാവൂല. എല്ലാ മലായിക്കത്തുകളും ഭൂമിയിലാണ്. എന്തിന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. സുബഹി കഴിഞ്ഞിട്ട് മലായിക്കത്തുകൾ കയറി പോകുമല്ലോ. കയറി പോകുമ്പോ അള്ളാഹ് ചോദിക്കും, നിങ്ങൾ എന്ത് കണ്ടു? അന്ന് മലായിക്കത്തുകൾ പറയരുത്, പടച്ചവനെ കുറെ എണ്ണം സിംലയിൽ നിൽക്കുന്നു, കുറെ എണ്ണം മറ്റേ SPM നിൽക്കുന്നു, കുറെ എണ്ണം ലുലുവിൽ നിൽക്കുന്നു, കുറെ എണ്ണം പിന്നെ ഇറച്ചിക്കടയുടെ മുമ്പിൽ നിൽക്കുന്നു, കുറെ എണ്ണം പച്ചക്കറി കടയുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതൊന്നും പറയിപ്പിക്കരുത്. അല്ലാഹുവേ, പള്ളികൾ വെളിച്ചത്താൽ പ്രകാശപൂരിതമായി പ്രോജ്വലിക്കുന്ന പ്രഭയായി വീടുകൾ ഹയാത്താക്കി രാവും പകലും ഏതെന്ന് അറിയില്ല റബ്ബേ. ഞങ്ങൾ പോയത് രാത്രിയിലാണ്, ഞങ്ങൾ വരുന്നത് പ്രഭാതത്തിലാണ്. പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി, ഇത് പകലാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. അവർ രാത്രികളെ പകലുകളാക്കിയിട്ട് അവർ ഇബാദത്തിലാണ്. അള്ളാഹുവിന്റെ മലാകമാര് പറയും, അത് പറയിപ്പിക്കാനാണ് അള്ളാഹു തആല ഇറക്കി വിടുന്നത്. എന്ത് പറയിപ്പിക്കാൻ? ഇന്നി അഅലമു മാ ലാ തഅലമു, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. നിങ്ങൾ എന്താ പറഞ്ഞ, ഇവർ കത്തിക്കുത്ത് മാത്രം നടത്തുന്നവരാണെന്നോ, ഇവർ ഫസാദും ഫിത്നയും മാത്രം ഉണ്ടാക്കുന്നവരാണെന്നോ? അല്ല മലായിക്കത്തുകളെ, നിങ്ങൾ പോയപ്പോ കണ്ടില്ലേ അവരുടെ വീടുകൾ അലങ്കരിച്ചത്, അവരുടെ പള്ളികൾ ഹയാത്താക്കിയത്, അവരുടെ വീടുകളും പള്ളികളും പ്രകാശം കൊണ്ട് നിറയ്ക്കപ്പെട്ടത്. 9:15 എല്ലാം കൂടെ ചില പള്ളികളിൽ സുബ്ഹാനല്ലാഹ്, ഇവിടെ അങ്ങനെയൊന്നും എനിക്കറിയില്ല, ഞാൻ ഈ ഭാഗത്തൊന്നും വന്നിട്ടില്ല, പറയുന്നത് ക്ഷമിക്കണം. ഈ ചില പള്ളികളിലൊക്കെ ഞങ്ങൾ ഒരു പള്ളി, ഞങ്ങളുടെ എന്ന് പറയുന്നില്ല, ലൈവ് ഉള്ളത് ആകെ വിഷയമാണ്. ഒരു പള്ളി ഉള്ള കാര്യം പറയുന്നത്. ഒരു പക്ഷെ ലൈവ് കേൾക്കുന്ന ഏതെങ്കിലും ഉസ്താദ്മാര് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം, ഷെടാ ഇത് മറ്റേ പള്ളിയാണല്ലോ എന്ന് ഉള്ളതായതുകൊണ്ട് പറയാം. ഒരു പള്ളിയിൽ എല്ലാവർക്കും അവിടെ തറാവി നിസ്കരിക്കാൻ ഇഷ്ടമാണ്. ഞാൻ സ്ഥലം പറയുന്നില്ല കേട്ടോ, സ്ഥലം പറഞ്ഞിട്ടേ ഇല്ല. ആ പള്ളിയിൽ തറാവി നിസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. എന്താ കാര്യം എന്നറിയോ? അലം തറ മുതൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ അലിഫ് ലാം മീം മുതലായിരിക്കും, പിന്നെ വലിയ സൂറത്തുകളായിരിക്കും, പിന്നെ ഇച്ചിരി വലിപ്പമുള്ളതായിരിക്കും. ഇവിടെ പെട്ടെന്ന് എല്ലാം കൂടെ ഹയാത്താക്കി വിടുക. അരമണിക്കൂറിന് തറാവീഹ് തീരും. തറാവീഹ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്നതെന്നല്ല. തറാവീഹ് എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കട്ടൻ കാപ്പി കൊടുക്കണം, ഒരു ചെറിയ ചുക്ക് കാപ്പി കൊടുക്കണം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം, ഒന്ന് കയ്യും കാലൊക്കെ നോക്കണം. അപ്പോഴവിടെ ഇരുന്നു കൊണ്ട് റളിയല്ലാഹു അൻഹു പറയും, സല്ലല്ലാഹു പള്ളിയല്ല പലതും. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ഇതൊന്നും അള്ളാഹുവിന്റെ തീരുമാനമല്ല. എന്തിനാ ഉസ്താദുമാര് മഹത്തുക്കളായ മുൻഗാമികൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്? തറാവീഹ് എന്ന് പറഞ്ഞ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ചില പള്ളികളിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് എന്ന് ഒരാൾ വിളിച്ചു കൊടുക്കും. അപ്പൊ റളിയല്ലാഹു അൻഹും എന്നിട്ട് അവിടെ ഇരുന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ. ചില പള്ളികളിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് ഹാലിളക്കും. അത് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ? ഇവർക്ക് എന്ത് പറഞ്ഞാലും ബുഖാരി ബുഖാരി. ഇതാരാ മൂത്താപ്പര മോന? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ സംഭവിക്കുന്നതെന്നറിയോ? 2 റക്അത്ത് കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് അവർക്ക് ഇരിക്കണം, വിശ്രമം, തറാവീഹ്. എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കണം. ഈ പള്ളിയിൽ പെട്ടെന്ന് തീരും. അങ്ങനെ ഒരാൾ ഇത് നാട്ടുകാരെ അറിഞ്ഞുകൊണ്ട് നേരം ചെയ്തു ആ പള്ളിയിൽ ചെന്ന് തറാവീഹിന് പിന്നിൽ നിന്നു. പിന്നിൽ നിൽക്കുമ്പോ കേട്ടതല്ല അവിടെ നടക്കുന്നത്. ഫാത്തിഹ കഴിഞ്ഞ് നോക്കുമ്പോൾ ഉസ്താദ് ബിസ്മി ചൊല്ലിയിട്ട് അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. അപ്പൊ ഇയാൾ ചോദിച്ചു, അല്ലാഹ്, ഇതിനെക്കാലം അവിടെ വസമായി വത്താരിക്ക. ഇപ്പൊ ഇവിടെ അർ-റഹ്മാനാ ഓതുക. പക്ഷെ അദ്ദേഹത്തിന്റെ നിരാശ വന്നില്ല. നോക്കുമ്പോൾ അദ്ദേഹം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ആകെ 2 ആയത്തേ ഓതുള്ളൂ. എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് ഫാത്തിഹ ചൊല്ലിയിട്ട് ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അടുത്ത റുക്കൂ. 20 റക്അത്ത് കൊണ്ട് സൂറത്തുർ റഹ്മാൻ തീർന്നു. നമ്മൾ എന്തിനാ അത്രയും കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്? നോമ്പ് തുറന്നിട്ട് ഈത്തപ്പഴം മാത്രം കഴിക്കുന്നവനും പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്ലാസ് കഞ്ഞി കുടിക്കുന്നവനും തറാവീഹ് ഒരു വലിയ ഭീകരമായി തോന്നൂല. മഗ്രിബ് മുതൽ ഇശാ വരെ തിന്ന് ആകെ ശരീരം മുഴുവനും ടൈഡാകുന്നവന് തറാവീഹ് ഒരു ക്ഷീണമായി തോന്നും. തറാവീഹ് എന്ന് പറയുന്നത് റമളാനിൽ മാത്രമുള്ള നിസ്കാരമല്ലേ?
നിങ്ങൾ ഓരോരുത്തരും വെറുതെ സുന്നത്ത് നിസ്കരിക്കരുത്. നഷ്ടപ്പെട്ടു പോയ ഫർള് നമസ്കാരങ്ങൾ ഖളാ വീട്ടിക്കൊണ്ടേയിരിക്കണമെന്ന് ശരീഅത്ത് പഠിപ്പിക്കുമ്പോൾ തറാവീഹ് പോലുള്ള വളരെ വളരെ അപൂർവമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ നമസ്കാരങ്ങൾ ഒഴിവാക്കുകയും ചെയ്യരുത് എന്ന് ശരീഅത്ത് പഠിപ്പിക്കുന്നു. വെറുതെ സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കരുത്. എന്തു വേണം? ഒരു ഫർളിനോടൊപ്പം ളുഹർ എന്ന ഫർളിനോടൊപ്പം ഒരു ഫർളൂടെ നിസ്കരിക്കണം. കഴിഞ്ഞു പോയ ഇപ്പോഴല്ലേ ഇതിന് നന്നായത്. ഇനി മുമ്പൊക്കെ നീ വലിയ ആളായിരുന്നല്ലോ, അപ്പോഴും നഷ്ടപ്പെട്ടു പോയ ളുഹർ ഇപ്പൊ ഖളാ വീട്ടണം. അതാണ് നിയമം. പക്ഷെ തറാവീഹിൽ അത് ബാധിക്കൂല. കാരണം അപൂർവങ്ങളിൽ അപൂർവമായി കൊല്ലത്തിൽ ഒരു മാസം നമുക്ക് കടന്നു വരുന്ന അത്യപൂർവമായ നമസ്കാരവും ശ്രേഷ്ഠതയുള്ള നിസ്കാരവുമായതുകൊണ്ട് നീ തറാവീഹ് തന്നെ നിസ്കരിക്കണമെന്ന് ശരീഅത്ത് പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തറാവീഹ് നമസ്കാരം, ആ സമയം നമ്മുടെ ഇസ്തിഗ്ഫാർ, അല്ലാഹുവിനോടുള്ള നമ്മുടെ പ്രാർത്ഥന, ഇതൊക്കെ കാണുമ്പോൾ മലായിക്കത്തുകൾക്ക് അത്ഭുതമായി. ഇത് കാണിക്കാൻ വേണ്ടി അല്ലാഹു ഇറക്കുന്നതാണ്. ഇല്ലെങ്കിൽ അല്ലാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം മലായിക്കത്തുകളുടെ സ്ഥലം ആകാശം, മനുഷ്യ നമ്മൾ തിരികെ കൊടുക്കേണ്ടത് എന്തെന്നറിയോ? നാട്ടിൽ ഫസാദ് ഉണ്ടാക്കരുത്, ഫിത്ന ഉണ്ടാക്കരുത്, മുസീബത്ത് ഉണ്ടാക്കരുത്, രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കരുത്, ആരോടും ഒരു പകയരുത്. സഹോദരങ്ങളെ, പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിന് വേണ്ടി തസ്ബീഹായിരിക്കണം, അവന് വേണ്ടി തഖ്ദീസായിരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, അള്ളാഹു മനുഷ്യനെ ആദരിച്ചതിന്റെ ഒന്നാം ഘട്ടമാണ് പറഞ്ഞത്. ഏത്? മുഷാവറ നടത്തി എന്നുള്ളത്. ഇനി രണ്ടാം ഘട്ടം ഏതെന്നറിയോ? അള്ളാഹു മനുഷ്യ ആദരിച്ചതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയം. അത് ഏത് സമയം? നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയം ഏതാണ്? മനുഷ്യനെ അള്ളാഹു പടച്ച സമയം ഏതാണ്? നല്ലൊരു സമയത്താണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. നോക്കൂ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവത്രേ, സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം മുസ്ലിം രേഖപ്പെടുത്തുകയാണ്, എന്താ റസൂലുള്ളാഹി പറഞ്ഞതെന്നറിയോ? ഖലഖ അല്ലാഹു തുറുബത യൗമ സബ്തി. ഈ ഭൂമി അല്ലാഹു പടച്ചത് ഏത് ദിവസമെന്നറിയോ? ശനിയാഴ്ചയാ. ഈ മണ്ണിനെ അല്ലാഹു പടച്ചത് ശനിയാഴ്ചയാണ്. ഖലഖ ഫീഹൽ ജിബാൽ. ഈ ഭൂമി വെള്ളത്തിന്റെ മുകളിലാ പടച്ചു വെച്ചത്. വെള്ളത്തിന്റെ മുകളിൽ വെക്കുന്ന ഏതൊരു വസ്തുവും ചലിക്കുമല്ലോ. അങ്ങനെ ചലിക്കാതിരിക്കാൻ മലായിക്കത്തുകൾ പരിഭവം പറഞ്ഞപ്പോ അല്ലാഹു എന്തിനെയാ പടച്ചതെന്നറിയോ? ഈ ഭൂമിയെ വെള്ളത്തിന്റെ മുകളിൽ അല്ലാഹു സൃഷ്ടിച്ചു വെക്കുമ്പോൾ ആ ഭൂമി വെള്ളത്തിന്റെ മുകളിൽ ചലിക്കാൻ തുടങ്ങുകയാ. അതിന്റെ സന്തുലിതത്വം അവസാനിക്കാറായി എന്ന് ചിന്തിക്കുമ്പോ മലായിക്കത്തുകൾ പടച്ചവനോട് പറഞ്ഞുവത്രേ, അല്ലാഹുവേ പടച്ചവനെ, ഭൂമി വാസയോഗ്യമല്ലല്ലോ, ഭൂമി ചലിക്കുകയാണല്ലോ, ഒരു നിലനിൽപ്പില്ലല്ലോ. ഈ പറയുന്ന കാര്യം അടിവരയിട്ട് കേൾക്കണേ സഹോദരങ്ങളെ. തഫ്സീർ പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ. ആ സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാരോട് അല്ലാഹു പറയുകയാണ്, എന്നാ ഞാൻ ആ ഭൂമിക്കൊരു ആണി അടിക്കട്ടെ. ഈ ടേബിൾ ഒന്ന് കുലുങ്ങിപ്പോയാൽ, ഈ പീഠമൊന്ന് കുലുങ്ങിപ്പോയാൽ നമ്മൾ ചെയ്യുന്നത് ആണിയടിക്കലല്ലേ? ഒരു ഇരിക്കുന്ന കസേര കുലുക്കം വന്നാൽ അതിന് ആണിയടിക്കലല്ലേ നമ്മൾ ചെയ്യുന്നത്? കിടക്കുന്ന കട്ടിലൊന്ന് കുലുങ്ങിപ്പോയാ അതിൽ ആണിയടിക്കലല്ലേ ചെയ്യുക? ഏതെങ്കിലും ഒരു സാധനം ഉപകരണത്തിനൊരു ചെറിയ കുലുക്കം വന്നാൽ അതിന് സ്ക്രൂ കൊണ്ട് മുടുക്കുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ അല്ലാഹു ചോദിക്കുകയാണ്, ഈ മണ്ണിന് ഞാൻ ആണിയടിക്കട്ടെ? അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ പറയുകയാണ്, ആണിയടിച്ചോ പടച്ചവരെ. അങ്ങനെ അല്ലാഹു ആണിക്കല്ലടിക്കുകയാണ്. ഏതാണ് ആണികളെന്നറിയോ? അത് അല്ലാഹു തന്നെ സൂറത്തുൻ നബയിൽ പറഞ്ഞു, വജഅൽനൽ ജിബാല ഔതാദാ. അല്ലാഹു പർവ്വതങ്ങളെ കൊണ്ട് ആണിയാക്കുകയാ. സഹോദരങ്ങളെ, ഇന്ന് ജിയോളജി വകുപ്പ് കണ്ടെത്തിയല്ലോ, ഇന്ന് ഭൂഗർഭശാസ്ത്ര
ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയതെന്തെന്നറിയോ? ഒരു പർവ്വതം നമ്മൾ നോക്കുമ്പോൾ ആ ഭൂമിയുടെ മുകളിൽ പർവ്വതത്തിന്റെ ഉയരം എത്രയാ? അതിനേക്കാൾ ഇരട്ടിയതിന്റെ അടിവേരുകൾ താഴോട്ടുണ്ടത്രേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ എത്ര ഇടപെടലാണ്! അവൻ അഹ്കമുൽ ഹാകിമീനല്ലേ, അവൻ അഹ്സനുൽ ഖാലിഖീനല്ലേ. സഹോദരങ്ങളെ, അങ്ങനെയാണ് സംശയം വന്നപ്പോ മലായികത്തുകൾ ചോദിക്കുന്നു, പടച്ച റബ്ബേ, ഈ പറയുന്ന പർവ്വതമല്ലാത്ത ഒന്നും നിന്റെ കയ്യിൽ ഭീകരമായതൊന്നുമില്ലേ? ഈ പർവ്വതമല്ലാതെ ഭീകരമായ സൃഷ്ടി നിന്റെ കയ്യിൽ വേറൊന്നുമില്ലേ? അല്ലാഹു പറഞ്ഞു, ഉണ്ടല്ലോ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു മലായികത്തുകളോട് പറയുകയാണ്, അത് മലായികത്തുകളെ, അത് ഇരുമ്പാണ്. ഇരുമ്പാണ് ഏറ്റവും ശക്തിയുള്ളത് മണ്ണിനേക്കാൾ. അപ്പൊ എന്തുകൊണ്ടാണെന്നറിയോ സഹോദരങ്ങളെ? മണ്ണിടിച്ച് മാറ്റാൻ ബുൾഡോസറിന്റെ JCBയുടെ അതിന്റെ കയ്യിലെല്ലാം ഇരുമ്പല്ലേ. ഒരു കുന്താലി ഉണ്ടെങ്കിൽ, ഒരു മൺവട്ടി ഉണ്ടെങ്കിൽ, ഒരു മൺകോരി ഉണ്ടെങ്കിൽ, ഒരു പിക്കാസ് ഉണ്ടെങ്കിൽ ഏത് മണ്ണിനെയും നമുക്ക് ഇടിച്ച് നിരത്താമല്ലോ. മലായികത്തുകളോട് അല്ലാഹു പറഞ്ഞു, ഹദീദാണ് ഈ പർവ്വതത്തെക്കാൾ സൃഷ്ടിയുള്ള ഏറ്റവും വലിപ്പമുള്ളതെന്ന് പറഞ്ഞപ്പോൾ മലായികത്തുകൾ വിട്ടില്ല. വീണ്ടും ചോദിച്ചു, റബ്ബേ, ഈ പറയപ്പെടുന്ന ഇരുമ്പിനേക്കാൾ ശക്തമായത് എന്തെങ്കിലും നിന്റെ കൈവശമുണ്ടോ? അല്ലാഹു പറഞ്ഞു, ഉണ്ടല്ലോ. അതേതാണ്? അന്നാറു, തീയാണ്. തീയല്ലേ? ഒരു ഇരുമ്പ് കട്ടി കിട്ടിയാൽ ഏത് ഉപകരണങ്ങളുമാക്കാൻ പറ്റുന്നത് തീ കണ്ടല്ലേ? ആ തീയാണ് ഇരുമ്പിനേക്കാൾ ശക്തമായതെന്ന് പറഞ്ഞപ്പോൾ മലായികത്തുകൾ ചോദിച്ചു, പടച്ചവനെ, ഈ തീയിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ബലിഷ്ഠമായ, ഏറ്റവും ഭീകരമായ പടപ്പ് വേറെയുണ്ടോ? അല്ലാഹു പറഞ്ഞു, ഉണ്ടല്ലോ. അത് മറ്റൊന്നുമല്ല, അത് അൽമാഉ, വെള്ളമാണ്. തീയിനേക്കാൾ ശക്തം വെള്ളമാണ്. എവിടെ തീപിടുത്തമുണ്ടായാലും വെള്ളം കൊണ്ട് അണയ്ക്കാം, പക്ഷേ വെള്ളപ്പൊക്കം വന്നാ തീ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, ചിന്തിച്ചിട്ടുണ്ടോ? തീയേക്കാൾ ഭീകരമാണ് അല്ലാഹു സൃഷ്ടിച്ച വെള്ളം. മലക്കുകൾ ചോദിച്ചു, റബ്ബേ, ഈ വെള്ളത്തെക്കാൾ സൃഷ്ടി ഏറ്റവും ഭീകരമായത് എന്തെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, ഉണ്ട്. അതാണ് അർരിയാഹു, കാറ്റ്. കാറ്റാണ് ഈ വെള്ളത്തെക്കാൾ ഭീകരമായത്. എന്തെന്നറിയോ? ഈ മുട്ടക്കാവ് പാകിസ്ഥാൻ മുക്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് വെളിച്ചിക്കാലയിൽ നിന്ന് വരുന്ന കാറ്റ്, സഹോദരങ്ങളെ, ഇവിടെ നിന്ന് നെടുമ്പനയിലേക്ക് മഴയെ കൊണ്ടുപോകുകയാ. കാറ്റല്ലേ മഴയെ കൊണ്ടുപോകുന്ന നമ്മൾ പറയാറുണ്ട്. നല്ല മഴക്കാറ് വന്നതാണ്, അത് കാറ്റ് കൊണ്ടുപോയി. ശരിയാ, കാറ്റിന് വല്ലാത്ത ഭീകരമായ അവസ്ഥയാ സഹോദര. അപ്പോഴാണ് അല്ലാഹുവിന്റെ മലായികത്തുകൾ ചോദിച്ചു, റബ്ബേ, ഈ പറയുന്ന ഈ കാറ്റിനേക്കാൾ ഭീകരമായ എന്തെങ്കിലും പടപ്പ് നിന്റെ കയ്യിലുണ്ടോ? അല്ലാഹു പറഞ്ഞു, ഉണ്ട്, ഒരു സാധനമുണ്ട്. അതേതാ? അത് അവസാനം പറയാം. ഇപ്പൊ പറയില്ല, അതിപ്പോ പറയില്ല, അത് അവസാനം പറയാം, ലാസ്റ്റ് പറയാം. ഓർമ്മപ്പെടുത്തിയാൽ കേട്ടോ, ഞാൻ മറന്നോണേ, ഓർമ്മപ്പെടുത്തിയാൽ. പർവ്വതത്തെക്കാൾ, ഇരുമ്പിനേക്കാൾ, തീയേക്കാൾ, വെള്ളത്തെക്കാൾ, കാറ്റിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഭാരമുള്ള, ഭീഭത്സമായ, ഭീകരമായ ഒരു പടപ്പ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും, റബ്ബേ, അതായിരുന്നോ? അതേതാ? അത് പിന്നെ പറയാം, ഇൻഷാ അല്ലാഹ്, ലാസ്റ്റ് പറയാം, ഓർമ്മപ്പെടുത്തിയാൽ മതി. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അല്ലാഹു ഭൂമിയിൽ, അല്ലാഹു പർവ്വതത്തെ സൃഷ്ടിച്ചത് യൗമുൽ അഹദ്, ഞായറാഴ്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അബൂ ഹുറൈറ തങ്ങളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുക, അബൂ ഹുറൈറ, ശനിയാഴ്ചയാണ് അല്ലാഹു ഭൂമിയെ പടച്ചത്, ഞായറാഴ്ചയാണ് അല്ലാഹു പർവ്വതങ്ങളെ പടച്ചത്. എന്നിട്ട് നിർത്തുന്നില്ല, വഖലഖ ശജറ യൗമൽ ഇസ്നൈൻ. ഈ ഭൂമിയിലെ വൃക്ഷങ്ങളെ പടച്ചെടുപ്പെടുന്നറിയോ? മണ്ണൊലിപ്പ് തടയാൻ അല്ലാഹു വൃക്ഷങ്ങളെ പടച്ചെടുപ്പെടുന്നറിയോ? അത് തിങ്കളാഴ്ച ദിവസമാണത്രേ. തിങ്കളാഴ്ചയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വൃക്ഷലതാദികളെ പടച്ചതത്രേ. വഖലഖൽ മക്റൂഹ്, ലോകത്തെല്ലാ വെറുക്കപ്പെട്ടതിനെയും അല്ലാഹു പടച്ചതെന്നറിയോ? യൗമുസ്സലാസ, അത് ചൊവ്വാഴ്ച ദിവസമാണത്രേ. ചൊവ്വാഴ്ചയാണ് അല്ലാഹു തആല എന്തൊക്കെ വെറുക്കപ്പെട്ടതുണ്ടോ അതൊക്കെ പടച്ചത്. എന്തെല്ലാം മോശമായതുണ്ടോ അത് പിന്നെ എടുത്തു പറയണ്ട. എന്ത് മോശമാണ് അതിനെയൊക്കെ പടച്ചത് അല്ലാഹു തആല ചൊവ്വാഴ്ചയാണ്. അപ്പൊ കള്ള് അന്നായിരിക്കും, കഞ്ചാവ് അന്നായിരിക്കും, അല്ലേ?
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയാ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്, നിങ്ങൾക്ക് ഭാരമായി തോന്നുന്നത്, നിങ്ങൾക്ക് വെറുപ്പായി തോന്നുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത്, ഇതൊക്കെ പടച്ചത് ചൊവ്വാഴ്ചയാണ്. അല്ലാഹ് പ്രകാശത്തെ പടച്ചതെന്നറിയോ? അത് യൗമൽ അർബിആ, അത് ബുധനാഴ്ച ദിവസമാണ് അല്ലാഹു തആല പ്രകാശത്തെ പടച്ചത്. എന്നിട്ട് വീണ്ടും റസൂലുള്ളാഹ് പറയുകയാണ്, ഈ ഭൂമിയിൽ അല്ലാഹു മൃഗങ്ങളെ, പറവകളെ, ഇഴജന്തുക്കളെ എല്ലാം പടച്ചതെന്നറിയോ? യൗമുൽ ഖമീസ്, അത് വ്യാഴാഴ്ച ദിവസമാ. എന്നാ വഖലഖ ആദമ, അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചതെന്നറിയോ? അത് യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമാണ്. ബഅദൽ അസ്രി, അസ്ർ കഴിഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ ലീഡർ എന്ന് പറയുന്നത് ജുമുഅ ദിവസമാണ്. ആ ജുമുഅ ദിവസത്തിന്റെ അസ്ർ കഴിഞ്ഞ് മഗ്രിബിന്റെ മുമ്പാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത് ഏറ്റവും നല്ല സമയം. ഒന്ന് കേൾക്കണേ, ഇനി 1 മണിക്കൂറേ നമുക്ക് ആകെ എല്ലാം കൂടെ ഉള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോളി. അല്ലാഹു ആദം നബിയെ പടച്ചത് ജുമുഅ ദിവസത്തിലാണ്. അപ്പൊ മനുഷ്യനെ അല്ലാഹ് ആദരിച്ചതിന്റെ 2ാം ഘട്ടമാണ് പറഞ്ഞത് അവനെ സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത സമയം. അതെപ്പോഴാ? വെള്ളിയാഴ്ച. അപ്പൊ നമ്മൾ എന്ത് വേണം? പറയും, നമ്മൾ എന്ത് വേണം? നമ്മുടെ സമയങ്ങളിൽ നല്ല സമയം ആർക്ക് കൊടുക്കണം? അല്ലാഹ് കൊടുക്കണം. അതാണ് അതിന് പരിഹാരം. അതാണതിന് പരിഹാരം. നമ്മുടെ സമയങ്ങളിൽ ഏറ്റവും നല്ല സമയം അല്ലാഹു കൊടുക്കണ്ടേ? എന്റെ യുവാക്കളോട് ഞാൻ പറയുകയാ, ഞാനും ഒരു യുവാവാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് യുവത്വം എന്ന് പറയുന്നത്. ശൈശവം എന്ന് പറയുന്നത് പ്രസവം മുതൽ 2 വയസ്സ് വരെയാണ്. പിന്നീട് അത് ബാല്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൗമാരത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് യുവത്വത്തിലേക്ക് വരുന്നു, യൗവനത്തിലേക്ക് വരുന്നു. പിന്നെ അത് വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ്. സഹോദരങ്ങളെ, ആ യുവത്വം എന്ന് പറയുന്നത് ഏറ്റവും തിളപ്പുള്ള സമയമല്ലേ ചെറുപ്പക്കാരാ? ഞാനും ഒരു യുവാവാണ്. എന്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നല്ല സമയം നിനക്ക് എനിക്ക് തന്നിട്ടുണ്ട് മോനെ. ഇന്നത്തെ സമയത്തിന്റെ വില അറിയണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദാടിയും തലമുടിയും നരച്ച പിതാക്കന്മാരോട് ചോദിച്ചു നോക്കണം. അവർക്ക് പഴയതുപോലെ നടക്കാൻ പറ്റൂല, അവർക്ക് പഴയതുപോലെ കണ്ണെത്തൂല, അവർക്ക് പഴയതുപോലെ കാതെത്തൂല, അവർക്ക് പഴയതുപോലെ ഒന്നിനും കഴിയില്ല. ഇതൊക്കെ അവരുടെ ശരീരത്തിന്റെ ആ ഒരു മനസ്സിന്റെ ആഗ്രഹപ്രകാരം വണങ്ങുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇന്നവർക്ക് സകല ന്യൂനതകളും അവർക്ക് അല്ലാഹു കൊടുത്തു. കൈകാലുകൾ ചലിപ്പിക്കാൻ അവർക്ക് പ്രയാസമുണ്ട്. സഹോദരങ്ങളെ, അതിനു മുമ്പ് നല്ല സമയം അല്ലാഹു നമുക്ക് തന്നു കൊടുക്കണം പടച്ചവന്. എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാര്, വാർദ്ധക്യമുള്ള ആളുകൾ, നിങ്ങളോട് അല്ലാഹു വലിയ സ്നേഹമാണ്. പ്രായമുള്ള ആളുകളടുത്ത് അല്ലാഹു വലിയ സ്നേഹമാണ്. ഒരിക്കൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തുൻ നബവിയുടെ വാതിലിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ പള്ളിയുടെ മുറ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് കരയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. നബി എന്തു പറ്റി? ആരാ എന്താ പറഞ്ഞേ? പറയൂ നബിയേ. ഉമർ തങ്ങൾ ചോദിക്കുന്ന എന്തിനായിരിക്കും അറിയാലോ. പിന്നെ അവന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പ്രശ്നം നബിയേ? ഉമറേ, ജിബ്രീൽ വന്നു പോയി. ഉമർ റളിയല്ലാഹു അൻഹു തളർന്നു, വിയർത്തു. ജിബ്രീൽ വന്നു പോയെന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ കരയുന്നു എന്ന് കണ്ടാൽ ഉമർ തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. കാരണം എന്തോ ഉമ്മത്തിന്റെ ഭീകരമായ അവസ്ഥയെ പറ്റി അള്ളാന്റെ ഹബീബിന് ബോധനം നൽകപ്പെട്ട സമയമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തളർന്നുപോയി. എന്താ ഇപ്പൊ ജിബ്രീൽ വന്ന് പറഞ്ഞത് നബിയെ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ യസ്തഹി മിൻ അബ്ദിൻ യശുബ്ബു ഫിൽ ഇസ്ലാമി അൻ യുഅദ്ദിബഹു. ഇതാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. തലമുടിയും ദാടിയും നരച്ച പ്രായമുള്ള ആളുകളെ ശിക്ഷിക്കാൻ അള്ളാഹ്ക്ക് ലജ്ജയുണ്ടെന്ന്. അള്ളാഹുവിന് ഭയങ്കര നാണക്കേടാ, ലജ്ജയാണ് പ്രായമുള്ള മനുഷ്യന്മാരെ ശിക്ഷിക്കാൻ. അതിന് കരയുന്ന എന്തിനാ നബിയെ? അള്ളാന്റെ റസൂല് പറയാണ്, പക്ഷേ ഈ വയസ്സായ ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ അവർക്കൊരു മടിയും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയതാ.
അവരെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് നാണക്കേടാ. ആ ഒരു നാണക്കേട് 90 വയസ്സുകാരനല്ലേ 19 വയസ്സുകാരിയെ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചത്. 90 വയസ്സുകാരെ ഇന്നിപ്പോ പ്രായം ഉണ്ടോ ഇല്ലേന്ന് ആധാർ വാങ്ങി നോക്കണം. ക്ലിയർ ആണെങ്കിൽ തിരിച്ചറിയൽ കാർഡ് വാങ്ങി നോക്കണം. എല്ലാം കറുപ്പിച്ച് നടക്കുകയല്ലേ. എന്നിട്ട് അതിനെല്ലാം ന്യായങ്ങളും നിരത്താറുണ്ട്. ഇന്ന് ആർക്കാണ് പ്രായമെന്നറിയില്ല, ആർക്കാണ് പ്രായമുള്ളത്, ആരാണ് പ്രായം കുറഞ്ഞത് അറിയില്ല. കാരണം അവരുടെ രോമങ്ങളൊന്നും നരയ്ക്കുന്നില്ല. നരയ്ക്കാത്തതല്ല, അവര് നരവെളിയിലേക്ക് വരാൻ അനുവദിക്കൂല. അതാണ് അതിന്റെ രഹസ്യം. നമ്മുടെ സമയങ്ങൾ അള്ളാഹുവിന് കൊടുക്കണം, നല്ല സമയങ്ങള്.